2003 മെയ് 2 മാറാട് കലാപം. ഇപ്പോൾ 23 കൊല്ലങ്ങൾക്കിപ്പുറം മാറാട് കലാപത്തിൽ നീതി കിട്ടിയോ? അതൊരു വലിയൊരു ചോദ്യമാണ് ശരിക്കത്. കാരണം 2003 മെയ് മാസം 2-ാം തീയതി അന്നൊരു ഏകദേശം വൈകുന്നേരമായ സമയത്താണ് മത്സ്യത്തൊഴിലാളികൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കടപ്പുറത്തേക്ക് കടന്നു ചെന്ന് നൂറുകണക്കിന് ആളുകൾ, തീവ്രവാദികളായിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ആ സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അവരെ കൊലപ്പെടുത്തുകയാണ്. തിരിച്ചൊന്നും ചെയ്യാൻ പോലും സാധ്യതയില്ല. മൊത്തം ഞാൻ മനസ്സിലേക്ക് 9 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 8 പേരും കടപ്പുറത്തുള്ളവരാണ്. ഒരാൾ ഇവരുടെ കൂടെയുള്ള ഒരാൾ ഇവർ തന്നെ കൊലപ്പെടുത്തുന്നുണ്ട് അതിനകത്ത്. കാരണം കൊലപാതകളെ സംബന്ധിച്ച് ആളുകൾ തിരിച്ചറിഞ്ഞൂടാ. അവർ ആ സ്ഥലത്തേക്ക് വന്നു, ആളുകളെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ കൊലപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മാരകമായിട്ടുള്ള കൊലപാതകമായിരുന്നു ശരിക്കും മാറാട് നടന്നത്. അതിനെതിരായിട്ട് വലിയൊരു ജനറേഷനാണ് അവിടെ ആളിപ്പടർന്നത്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ്. എ കെ ആന്റണിക്ക് ഒരു ഗുണമുണ്ട്. എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം തന്നെ ഹോം മിനിസ്ട്രി അങ്ങനെ കൈകാര്യം ചെയ്തിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും മോശമായിട്ടൊരു ഹോം മിനിസ്ട്രി കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എ കെ ആന്റണി നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എ കെ ആന്റണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരു കൊലപാതകം. അപ്പോൾ എ കെ ആന്റണിയെ സംബന്ധിച്ച് അവർക്ക് ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു നയക്കാലത്ത് അവർ മുസ്ലിം ലീഗായിട്ട് സഖ്യത്തിലാണ്, മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ട്. ഈ പറയുന്ന അവരൊരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു. തോമസ് പി ജോസഫ് എന്നാണ് ജഡ്ജിയുടെ പേര്. അദ്ദേഹം എൻ്റെ അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്ന അന്വേഷണം. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കൊലപാതകത്തിൽ മുഖ്യമായിട്ട് പങ്കുവഹിച്ച പ്രസ്ഥാനത്തിന്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ആ മുസ്ലിം ലീഗ് എൻ്റെ ഒരു മായിൻ ഹാജി എന്നാണ് അതിൽ വരുന്നതാണ്, ഒരു പ്രാദേശിക നേതാവാണ്. അയാളുടെ നേതൃത്വത്തിലെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി ഉണ്ടായിട്ടുള്ള അവിഹിത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറാട് കൊലപാതകം നടക്കുന്നത്. അവിടെ മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന ആളുകളാണ് ഇവര്. വളരെ വർഷങ്ങളായിട്ട് മത്സ്യത്തൊഴിലിൽ സ്വീകരിച്ചിരുന്നവര്. ആ മത്സ്യത്തൊഴിലിൽ സ്വീകരിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന അരയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് മുസ്ലിം ജനവിഭാഗത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്കുണ്ടായിരുന്ന തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തൊഴിലില്ലായ്മ ചെയ്യലാണ് ഉദ്ദേശം. ഇവരെ കടപ്പുറത്തുനിന്ന് അകറ്റി നിർത്തുക. കാരണം അരയ സമാജത്തിന്റെ സാധാരണ നമുക്കറിയാം ധീവര സമുദായവും അരയ സമുദായവുമാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ. അവരെ ആ മേഖലയിൽ നിന്ന് അടിച്ചോടിക്കുന്നതിന് ഭാഗമായിട്ടാണ് മാറാട് കടപ്പുറത്ത് അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ NDF, അന്നത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം NDF ആണ്. ഈ NDF എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുൻ രൂപമാണ്. അതങ്ങനെ പല പല പേരുകൾ അത് വരും. ഒരു സമയത്ത് സിമി എന്നുള്ള പേരിലാണ് വന്നേ. സിമിയിൽ വന്ന നമ്മുടെ KT ജലീലൊക്കെ അതിനകത്ത് അംഗമായിരുന്നു. KT ജലീലൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് NDF ആവുന്നു. NDFിന് നിരോധിച്ച സമയത്താണത് കയറിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ആവുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് വേറെ പ്രസ്ഥാനം ഉണ്ടാവാൻ നിവൃത്തിയില്ല. കാരണം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. അങ്ങനെ ഏതൊരാളാണ് അതിന്റെ മുൻകാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരെ, ആ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടതിന്റെ പേരിൽ പുതിയ ആളുകൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല. മറ്റതങ്ങനെയല്ല. സിമി നിരോധിച്ചു, കേസ് വിട്ടു. ആ സിമിയിലുണ്ടായിരുന്ന ആളുകൾ അതേ ആളുകൾ തന്നെ പോയിട്ട് ഞങ്ങൾ നാളെ തുടങ്ങിയിട്ട് NDF ആണ്. അപ്പോൾ ഒരു NDF ആയി, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. മനോഹരമായിട്ടുള്ള പേരാണ്. ആ പേരിട്ടുകൊണ്ട് അവർ ആ പേരിൽ വരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ മാറാട് പോയിട്ട് അവർ കൊലപാതകം നടത്തി. അവരെ കൊണ്ട് കൊലപാതകം നടത്തിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. മായിൻ ഹാജി മാത്രമല്ല, മായിൻ ഹാജി പ്രാദേശിക നേതാവാണ്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസിന്റെ സർക്കാരാണ്. മൻമോഹൻ സിംഗ് അല്ല, അതിന് മുന്നേ അവരുടെ സർക്കാരാണ്, മൻമോഹൻ സിംഗ് സർക്കാരാണ്. ആ സർക്കാർ വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു ഇ അഹമ്മദ്. ഈ അഹമ്മദിന് ഈ സംഭവത്തിനകത്ത് പങ്കന്വേഷിക്കേണ്ട സംഭവമുണ്ട്. കാരണം അത് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മാറാട് പരിസരത്തുള്ള മുസ്ലിം ലീഗിനും NDFിനും കൂടാതെയുണ്ടല്ലോ അവിടുത്തെ പ്രാദേശിക പള്ളി കമ്മിറ്റിക്ക് അതിനകത്ത് പങ്കുണ്ട്. ഈ പള്ളി കമ്മിറ്റിക്ക് പങ്കുണ്ടെന്നറിഞ്ഞ സമയത്ത് ഇ അഹമ്മദ് എന്ന് പറയുന്ന മാന്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സന്ധ്യയായ സമയത്ത് ഇയാൾ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അയാൾ കോഴിക്കോട് സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അയാൾ ഈ പള്ളി സന്ദർശിക്കുന്നു. അയാൾ പള്ളി സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് പള്ളി മുഴുവൻ വൃത്തിയാക്കുന്നു. എന്ന് വെച്ചാൽ ചോര കറ പുരണ്ടിട്ടുള്ള നിരവധി ആയുധങ്ങള് കുന്നുകൂട്ടി വച്ചിരിക്കുന്ന പള്ളിയുടെ പരിസരത്ത് നിന്ന് മുഴുവൻ ആയുധങ്ങളും മാറ്റിക്കൊണ്ട് പള്ളി വൃത്തിയാക്കിക്കൊണ്ട് അവിടെ കുറ്റവാളികളെ സംരക്ഷിച്ച ഏറ്റവും വലിയ ഭീകരന്റെ പേരാണ് ആ കാലത്ത് കേരളത്തിന്റെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്ന ഇ അഹമ്മദ്. തോമസ് പി ജോസഫ് കമ്മീഷനകത്ത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ലീഗിന് പങ്കുണ്ട് ഈ സംഭവത്തിനകത്ത്. നമ്മൾ സാധാരണ ലീഗിനെ കുറിച്ച് എന്താ പറയുക? ലീഗുകാർ ഭയങ്കര മാന്യന്മാരാണ്, ലീഗുകാർക്ക് അത്യാവശ്യം ചില സാമ്പത്തിക തരികിടകൾ മാത്രമേ ഉള്ളൂ, ചില പെണ്ണുവിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോലുള്ളവരുള്ളതിൻ്റെ പേരിൽ
യാതൊരു ചില ഹോമോസെക്സ് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. കാരണം പാണക്കാടിലെ ആരോപണങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഈ തരത്തിൽപ്പെട്ട ആരോപണങ്ങൾ ഒഴിച്ച് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന, ഹിന്ദു വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യുന്നവരല്ല ലീഗ് എന്നാണ് ചർച്ച വരിക. സത്യത്തിൽ അങ്ങനെയല്ല. ലീഗിന് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള, കേരളത്തിൽ നടന്നിരിക്കുന്ന എല്ലാ സാമുദായിക സംഘർഷങ്ങളിലും മുസ്ലിം ലീഗിന് പങ്കുള്ളതാണ്. അപ്പൊ അതിനടിസ്ഥാനത്തിലാണ് തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ഇവർക്ക് പങ്കുണ്ട്. പക്ഷെ എന്താ നടപടിയെടുത്തത്? ഒരു നടപടിയെടുത്തില്ല. ലീഗിന്റെ ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിന് പകരം ആ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകൾക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്തു. അന്ന് ഞാൻ മരിച്ചത് ഏകദേശം 170-180 പേരെ കേസിൽ പ്രതികളാക്കി. അതിൽ 69 പേര് ഒഴിച്ച് എല്ലാവരും വെറുതെ വിട്ടു. കോടതി വെറുതെ വിടുകയാണ്. അവസാനത്തെ കോടതി വിധി വരുന്നത് 2023 എൻ്റെ ഓർമ്മ, 2 കൊല്ലത്തിന് മുമ്പാണ്. അന്ന് അവർ അതിൽ ചില ബാക്കിയുള്ള ആളുകളെ ശിക്ഷിച്ചിരുന്നു. അപ്പൊ ഇന്ന് മാത്രമല്ല, ഇത് അവിടുത്തെ ഒരു ശക്തമായ ജനവികാരമായിരുന്നു. ആ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ, കേരളത്തിൽ പതിവില്ലാത്ത രീതിയിൽ മാറാടിൽ കുറ്റവാളികളായിരിക്കുന്ന ആളുകളോട് കുടുംബസമേത സ്ഥലം വിട്ടുപോകാനായിട്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടു. മാറാട് കടപ്പുറത്ത് താമസിച്ചിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ പിന്താങ്ങിയ, അവർക്ക് സംരക്ഷണം കൊടുത്ത മുഴുവൻ കുടുംബങ്ങളെയും അവിടെ നിന്ന് പുറത്തു പോയിട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് മാറാട് കലാപത്തിന്റെ പ്രത്യേകത. അതാണ്. കാരണം ഹിന്ദുക്കൾ മരിച്ചു എന്നുള്ളത് ശരിയാണ്. ആ മരിച്ച ഹിന്ദുക്കളും മരിച്ച ആളുകളും ആ പ്രദേശത്തുണ്ടായിരുന്ന അരേ സമാജത്തിൽപ്പെട്ട ആളുകളും അവിടെയുള്ള ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ ആളുകളും സംയുക്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത സമയത്ത് ഈ തീവ്രവാദികളെ പിന്താങ്ങുന്ന, പലപ്പോഴും തീവ്രവാദികളെ ചില ആളുകൾ ഇടക്കാലത്ത് അങ്ങനെ വരുന്നവരാണ്, മറിച്ച് തീവ്രവാദികളെ പിന്താങ്ങുന്ന ആളുകളുണ്ട്. ഈ പിന്താങ്ങി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, അവർക്ക് താമസിക്കാൻ വീടൊരുക്കുന്ന ആളുകൾ, അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ആളുകൾ. ഇതിനകത്ത് കമ്മീഷൻ വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് പറഞ്ഞിട്ടുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇതിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗ്, NDF അവരിങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ആ പണത്തിന്റെ വരവിനെ സംബന്ധിച്ച സംശയങ്ങളും തോമസ് പി ജോസഫിന്റെ, അദ്ദേഹത്തിന്റെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഈ പറയുന്ന മാറാട് എന്ന് പറയുന്ന സ്ഥലം ഒരു ഹിന്ദു വംശഹത്യയുടെ കേന്ദ്രമായിട്ട് മാറ്റുകയാണ്. അവിടെ മത്സ്യം പിടിക്കുന്ന ആളുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് അരയ സമാജത്തെ ഒഴിവാക്കാൻ നടത്തിയിട്ടുള്ള സമരമാണ്. നമ്മൾ സാധാരണ ഇപ്പൊ തലശ്ശേരി കലാപം പോലെ തന്നെ തലശ്ശേരി കലാപത്തേക്കാൾ അതിഭീകരമാണ് മാറാട് കലാപം. മാറാട് കലാപത്തിൽ 8 പേരെയാണ് കൊലപ്പെടുന്നപ്പ. അതിനകത്ത് ചെറിയൊരു കുട്ടിയടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നുണ്ട്. ഈ മനുഷ്യനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കയ്യറപ്പില്ലാത്ത ചില തീവ്രവാദികളാണ് ഈ സംഗതികൾ നടത്തിയിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്ന അഹമ്മദിനെ പോലുള്ള ആളുകളാണ്. കേരളത്തിന്റെ മുസ്ലിം ലീഗാണ് അവരെ സംരക്ഷിക്കുന്നത്. അന്ന് കേരളം ഭരിച്ച AK ആന്റണിയുടെ സർക്കാരാണ് അവർ സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട്, അന്വേഷണത്തിൽ ഇവരൊന്നും തെളിഞ്ഞു കണ്ടില്ല. ഇവര് കേരളത്തിന്റെ വിജിലൻസുകാർ മറ്റൊക്കെ പോയിട്ടാണ് അന്വേഷണം നടത്തുക. ഇവിടുത്തെ പോലീസുകാരൻ അന്വേഷിച്ച് എന്ത് അന്വേഷണം നടത്തുക? കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി AK ആന്റണി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. അവരിയ്ക്കുന്ന സമയത്തുള്ള മന്ത്രിസഭയില് അവർക്ക് താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഹിന്ദു വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് കൊടുത്തിട്ടില്ല. അവരുടെ റിപ്പോർട്ടിൽ സ്വാഭാവികമായിട്ട് ആർക്കതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. അവസാനം നിവൃത്തികെട്ട് 2016 എൻ്റെ ഓർമ്മ, CBI അന്വേഷണത്തിന് അനുവാദം കൊടുക്കുന്നത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ്. 2009 കൊടുത്തില്ല. അന്ന് AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അന്ന് അനുവാദം കൊടുത്തില്ല. കാരണം അനുവാദം കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കേരളത്തിന്റെ സോളിസിറ്റർ ജനറൽ അടക്കമുള്ള, അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകൾ കേരളത്തിന്റെ കോടതിയിൽ വാദിക്കുന്നത് അങ്ങനെയാണ്. അവർ വാദിക്കുന്നത് 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമാണ്. ഇതിനു മുമ്പ് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് ഇതിനകത്ത് വലിയ ആസൂത്രണമൊന്നും അതിനകത്തില്ല. പക്ഷെ അങ്ങനെയല്ല വസ്തുത. തോമസ് പി ജോസഫ് കമ്മീഷൻ പറയുന്നത് ഇത് ആസൂത്രിതമായിരിക്കുന്ന കൊലപാതകമാണ്. ഇത് മുസ്ലിം ലീഗിന് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട്, NDFന്റെ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഇവർ തമ്മിൽ സഖ്യമാണത്. നമ്മൾ ഈ സഖ്യത്തെക്കുറിച്ച് പിന്നെയും വരുന്നുണ്ട്. 2005 ഒരു സമയത്ത് AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നുണ്ട്. ആ മാറുന്ന സമയത്താണ് സച്ചാർ കമ്മീഷനെ കുറിക്കുന്ന ആലോചന വരുന്നത്. ആ സമയത്ത് ഉമ്മൻചാണ്ടി ചോദിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയോടാണ് ചോദിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് ഇവിടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ആനുകൂല്യം കൊടുക്കേണ്ട മാപ്പിളമാര് കേരളത്തിൽ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഉത്തരം കൊടുക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയല്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് ഞാൻ NDFന്റെ ചെയർമാനോട് ചോദിക്കട്ടെ എന്നാ പറഞ്ഞേ. ഇവരുടെ സഖ്യം അവിടെയുണ്ട്.
ഈ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കുന്ന ആളാണ് കോയ പറഞ്ഞ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും, ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും മാപ്പിളമാരാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് 12% സംവരണം ഏർപ്പെടുത്തിയത്. ഇവിടുത്തെ പട്ടികജാതിക്കാരുടെ സംവരണവും ഇല്ല, അത്രയില്ല, 7% ഉള്ളൂ. പട്ടിക വർഗ്ഗക്കാരന് 8% ഉള്ളൂ. ഇവിടുത്തെ ഈഴവ സമുദായത്തിന്റെ 22-23% വരുന്ന പോപ്പുലേഷൻ ഉള്ളവരാണ്. അവർക്ക് അത്തരം സംവരണങ്ങൾ കിട്ടുന്നില്ല. കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളിൽ ആർക്കും OEC-യിൽ പെട്ട ആൾക്കാർക്ക് സംവരണങ്ങൾ കിട്ടുന്നില്ല. എല്ലാവർക്കും നാമമാത്രമായിട്ടുള്ള സംവരണങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ സംവരണത്തിന് പോലും വളം വെച്ചു കൊടുത്തത് NDF മുസ്ലിം ലീഗും തമ്മിലുള്ള സഖ്യമാണ്. ഈ സഖ്യമാണ് AK ആന്റണി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടിരുന്നവരാണ്. ഇത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ലൈനാണ്. ഇസ്ലാമിക തീവ്രവാദികളെ പിന്താങ്ങിക്കൊണ്ട്, അവരെ പിന്തുണച്ചുകൊണ്ട്, അവരുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് മാറാട് കലാപമുണ്ടാക്കിയിട്ട് 8 പേരെ കൊലയ്ക്ക് കൊടുത്ത് കൊന്ന് അരിഞ്ഞ് തള്ളിയതില് മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ടെന്നാണ് തോമസ് P. ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. അതിൻ്റെ 23ാമത്തെ വർഷമാണ്. അത് കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ മാറിലേറ്റിട്ടുള്ള ഏറ്റവും വലിയ മുറിവുകളിൽ ഒന്നാണ് ശരിക്കത്. അതുകൊണ്ടാണ് 23 വർഷം കഴിഞ്ഞിട്ടും ഓരോ ആ ദിനത്തില് അതിന് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വ്യസനിക്കുന്ന, ദുഃഖിക്കുന്ന 10,000-കണക്കിന് ആളുകളാണ് ഇന്നും ആറാട് കടപ്പുറത്ത് താമസിക്കുന്നത്. അത് അത്തരത്തിലൊരു വലിയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഒരുപക്ഷെ മാപ്പിള കലാപം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദികളുടെ സംഹാര താണ്ഡവത്തിൻ്റെ കഥയാണ് മാറാട് കലാപത്തിന് പറയാനുള്ളത്.